ഹായ്, ഞാൻ രസ്ന. എൻ്റെ വീട് വരുന്നത് പൊന്നാനിയിലാണ്. പുഴമ്പ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് വരുന്നത്. ചമരവട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഹൈബ്രിഡ് ബോഗൻവില്ലയാണ് എൻ്റെ മെയിനായിട്ടുള്ള കളക്ഷൻസ്. ഒരു 100+ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ്. ഒരു മാസം കഴിയുമ്പോൾ ഫുള്ള് സെറ്റാവും. അപ്പോൾ നമുക്കിവിടെ ഓൺലൈനിൽ സെയിലും ഉണ്ട്. സെയിൽ വീട്ടിൽ വന്നിട്ട് സെയിലൊന്നും ഇല്ല കേട്ടോ, ഓൺലൈനിൽ മാത്രമേ സെയിലുള്ളൂ. ബോഗൻവില്ലേന്റെ ടോട്ടൽ എത്ര വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്? 100+ ഉണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ. അപ്പൊ ശരിക്കും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് കളക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ മെയിൻ വെറൈറ്റീസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ കിട്ടുള്ളൂ കളക്ഷനിൽ. അല്ലാതെ ഉള്ളതൊക്കെ നമ്മൾ സെയിലിനായിട്ടുണ്ട്. ആ ഒരു പ്ലാന്റുകളും വരും ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്തായാലും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓരോ വെറൈറ്റീസ് ഒന്ന് കുറച്ചൊന്ന് പരിചയപ്പെട്ടു. ഇതാണ് നമ്മൾ റൂബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി കേട്ടാ. നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് പ്രൂൺ ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിന് പൂക്കൾ കൊഴിയില്ല, പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ ഇത്ര വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നെക്സ്റ്റ് പൂക്കൾ പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ പൂക്കൾ ഇങ്ങനെ ഇത് നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? എന്നാലും ഇത് കൊഴിഞ്ഞു പോയിട്ടില്ല. പൂവ് അതുമ്പോൾ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവറിംഗ് ടൈം ആണ്. നമ്മൾ ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ഈ ഒരു മാസത്തിൽ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇപ്പൊ ഇതിന്റെ ഫ്ലവറിംഗ് ടൈം മാർച്ച് ഏപ്രിൽ വരെ ഫ്ലവറിംഗ് ടൈം ആണ്. ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവറിംഗ് ഒന്ന് കുറയും. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യണം. ഇപ്പൊ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതെ, എന്താണ് ഈ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം? ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. സോഫ്റ്റ് ആവുമ്പോൾ നമ്മൾ ഈ ഒരു തുമ്പൊക്കെ വെച്ചിട്ടേ കട്ട് ചെയ്യുള്ളൂ. പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടേ കട്ട് ചെയ്യുള്ളൂ. ഹാർഡ് പ്രൂണിങ് ആകുമ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ കളയും. എന്നാലും നല്ല ബുഷിയായിട്ട് ബൊക്കെയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ടൈമിൽ ഉണ്ടാവുള്ളൂ. ഇത് ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നതാണോ? ഇത് ഹാങ്ങിങ് ആക്കിയിട്ടും വെക്കാം, ചട്ടിയിൽ വെക്കാം. നമുക്ക് അതുപോലെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ക്രീപ്പ് ചെയ്ത് ചെയ്യാനും പറ്റും. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ പല ടൈമിൽ നമുക്ക് കിട്ടുന്നത് ഡിപ്പെൻഡൻസ് ആയിരിക്കും പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വീഡിയോസ് കാണുന്നവർ ആ ഒരു റേറ്റും തേടിയായിരിക്കും വരാം. ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ചാനലുണ്ടല്ലോ, അപ്പം ഞാൻ ഇതിൽ കൂടെ സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ കൂട്ടി വെച്ച് കാശാക്കിയിട്ടാണ് പ്ലാന്റ് വാങ്ങിക്കാൻ വരുന്നത്. ചിലപ്പോൾ ആ ടൈമിലായിരിക്കും റേറ്റ് കൂടിയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ അങ്ങനെയുള്ളവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. പല സെല്ലർമാരെ കയ്യിൽ നിന്നായിരിക്കും പ്ലാന്റ് കിട്ടുന്നുണ്ടാവും. ഒരു സെല്ലർ മാത്രമല്ലല്ലോ. അപ്പൊ പലരുടെ കയ്യിലും പല റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി വരുന്നത് ഫൈറോപ്പൽ ഓറഞ്ച് ആണ്. ഇത് നല്ല ശരിക്കും വെയിലത്ത് ഇങ്ങനെ തീയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കളറാണ് ശരിക്കും. പക്ഷെ ഇപ്പോൾ പൂക്കളൊക്കെ ഒന്ന് ഫെയ്ഡ് ആയ കാരണം ആ കളറൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമുക്ക് പ്രൂൺ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഒരു കാരണവശാലും ഇപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യരുത്. പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയും, ഡിലേ ആവും പൂവ് ഉണ്ടാവാൻ. നമ്മൾ ഇതൊരു ഫ്ലേവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലേവറിന്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ എത്ര സമയം? ഈ ഒരു വെറൈറ്റി 1 മന്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പൂക്കൾ ഉണ്ടായ ഒരു ടൈമിൽ നമ്മൾ വാട്ടറിങ് എന്നും രാവിലെ കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വാട്ടറിങ് കൊടുക്കുകയാണെങ്കിൽ പൂക്കളുടെ ലാസ്റ്റിങ് കുറേ പെട്ടെന്ന് കൊഴിയും. അതുപോലെ നമ്മൾ പൂവില്ലാത്തൊരു ടൈമിൽ വാട്ടറിങ് കൊടുക്കുക എന്ന് പറയുന്നത് 2 ദിവസം ഇടവിട്ടിട്ടൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇലകൾ കൂടുതലുണ്ടാവും, പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയും. നമുക്ക് ഇതേപോലെ ഫ്ലവർ തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് 19-19-19 ആണ്. NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം കണ്ടന്റ് വരുന്നതാണ്. ഇതിൽ പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ളതാണ് പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ കൊടുക്കുക. പക്ഷെ ചെടികളുടെ വളർച്ചയ്ക്ക് നൈട്രജനാണ് ആവശ്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെടികളുടെ ഗ്രോത്ത് അനുസരിച്ചാണ് വളങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ചെറിയൊരു പ്ലാന്റ് നമ്മൾ പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ള ഇത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയും, ചെടി മുരടിച്ച് പോവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ. അതിൻ്റെ അളവ്, അതായത് എത്ര ഇത് കൊടുക്കണം എന്നുള്ളത് റേഷ്യോ നോക്കണം. നമുക്ക് ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വെള്ളത്തിന്റെ അളവിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തണ്ടോ ഈ യൂസ് ചെയ്യുന്ന? അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു വളം കൊടുക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ 15 ദിവസം കൂടുമ്പോൾ
ചെടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്യാണ്. അടിവളമായിട്ട് നമ്മൾ കൊടുക്കുക. അടിവളമായിട്ട് മെയിൻ ആയിട്ട് കൊടുക്കുക. നമ്മൾ പൊട്ടാഷ്യം കണ്ടന്റ് ആണ് കൊടുക്കേണ്ടത് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഞാൻ കൊടുക്കുന്നത് മാറി മാറി കൊടുക്കും, 18 ഒക്കെ കൊടുക്കും. അതുപോലെ നമ്മളുടെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പഴത്തോലില്ലേ, പഴത്തോല് കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഡെയിലി പഴം കഴിക്കുന്നുണ്ടല്ലോ, അപ്പം അതുപോലെ ഉള്ളിയുടെ തൊലി, ചായയുടെ വേസ്റ്റില്ലേ, ചായ അതിൻ്റെ ഇത് എല്ലാം ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് ഒരു ലിറ്ററാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ 2 ഇരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. സ്ലറി രൂപത്തിൽ, സ്ലറി ആക്കിയിട്ട്. അത് ഡയറക്റ്റ് കൊടുക്കരുത്, ഡൈലൂട്ട് ചെയ്യണം എന്തായാലും വെള്ളത്തിൽ. അത് നല്ലൊരു റിസൾട്ട് ആണല്ലോ വരുന്നത്. നല്ല റിസൾട്ട് അതിന്. ഇത് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ അത്ര ഭംഗിയുള്ള ഒരു പൂ തന്നെയാണ് ഇത്. കണ്ടില്ലേ, 2 കളറിലാണ് ഇതിന്റെ പെറ്റൽസ് വരുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇത് ഹാങ് ചെയ്തിടാനും അതുപോലെ ക്രീപ്പ് ചെയ്തിട്ട് നമുക്ക് ലവ് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ വളർത്തിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ചെറിയ പോട്ടിൽ വെച്ചിട്ടും വളർത്തിയെടുക്കാം. ഇത് പൊതുവെ ഈ ഒരു കളർ മാത്രമാണ് വരില്ലേ? വൈറ്റ് ആൻഡ് പിങ്ക് ആണ് വരുന്നത്. വേറെ മിസ് വേൾഡിൽ വേറെ കളേഴ്സ് ഒന്നുമില്ല, ഒറ്റ കളർ. ഇതുപോലെ തന്നെ മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. അത് ഇതിനേക്കാളും ബ്രൈറ്റ് കളറാണ് ഇതിന്റെ പെറ്റൽസ് വരുന്നത്. വൈറ്റ് ആൻഡ് പിങ്ക് തന്നെ വരുന്നത്. ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മുടെ മിസ് വേൾഡിനോട് സാമ്യതയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ലീഫിനാണ് ഒരു പ്രത്യേകത. കണ്ടില്ലേ, ഗ്രീൻ ആൻഡ് യെല്ലോ ലീഫാണ് വരുന്നത്. അത് പ്ലെയിൻ ഗ്രീൻ മാത്രം ലീഫാണ് വരുന്നത്. പൂക്കൾ നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത്, ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ്. ഒരു വെരിഗേറ്റഡ് ടച്ചും കൂടി വരുന്നത്. അതെ അതെ. പക്ഷെ ഇതിന്റെ കളറൊക്കെ ഒന്ന് മങ്ങി ഫെയ്ഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാനുള്ള ടൈം വഴികെ പോയി. അതുകൊണ്ട് കുറെ പ്ലാന്റുകൾക്ക് ലൈറ്റ് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതും വെരിഗേറ്റഡിൽ മറ്റൊരു ഐറ്റം ആണ്. ഇത് പിങ്ക് പാച്ച് എന്നാണ് ഇതിന്റെ വെറൈറ്റിയുടെ പേര്. തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും. ഈ ഒരു കളറാണ് ഇതിന്റെ പൂക്കൾ വരുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടില്ലേ, പ്രൂൺ ചെയ്തിട്ടുള്ളൂ, 2 ദിവസം മുന്നേ പ്രൂൺ ചെയ്തത് ഇതൊക്കെ. ഇത് അതിന്റെ പോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, മാജിക് ഐസ്ക്രീം എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ലീഫ് നല്ല യെല്ലോ ആണ് വരുന്നത്. പൂക്കൾ കണ്ടില്ലേ, ഈ ഒരു കളറാണ് പൂക്കൾ വരുന്നത്. മിസ് വേൾഡിനോടും മിസ് ഹോളണ്ട് അതിനോടൊക്കെ സാമ്യതയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ടിമ്മ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിന്റെ ലീഫാണ് ഏറ്റവും ഭംഗി, പൂക്കളെക്കാളും ഭംഗി ഇതിന്റെ ലീഫാണ്. കണ്ടില്ലേ, യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡ്, ഇതുപോലെ റെഡ് പൂക്കളാണ് ഉണ്ടാവുക. ഇതിനേക്കാളും ബ്രൈറ്റ് കളറായിരിക്കും കേട്ടോ. ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് 3 ഷെയ്ഡിലേക്ക് മാറും. ആദ്യം ഒരു ലൈറ്റ് പിങ്ക് വരും. ഇതിന് കുറച്ച് നിറച്ച് പൂക്കൾ ഉണ്ടാവും, നല്ല ഡാർക്ക് റെഡ് ആവും കേട്ടോ. ലൈറ്റ് പിങ്ക് ഈ ഒരു ടച്ച് ആവും. അതെ അതെ, ഈ ഒരു ടച്ച് നേരെ റെഡിലേക്ക് മാറും. ഇത് ലൈലാക് ഫോർമോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൽ നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും. തുണിയിൽ ഉജാല മുക്കിയാൽ ഉണ്ടാവുന്ന ഒരു കളറില്ലേ, സെയിം കളറാണ് വരുന്നത്. ഈ ഫോട്ടോയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ആ ഒരു സെയിം കളറാണ് നമുക്ക് ഫീൽ ആവുന്നത്. ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് കളർ ഫെയ്ഡ് ആയ കാരണം കേട്ടോ, നല്ല ബ്രൈറ്റ് കളറാണ് ഫ്ലെയിം റെഡിന്റെ കളർ വരുന്നത്. ഇത് ഫയറോപ്പൽ ഓറഞ്ച് നമ്മൾ നേരത്തെ കാണിച്ച ഒരു വെറൈറ്റി തന്നെ. ഇത് വരുന്നത് റൂബി റെഡ് ആണ്. ഇതൊക്കെ തിക്കായിട്ട് നന്നായിട്ട് തിങ്ങി പൂക്കൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിന് വെയിലിന്റെ അംശം നല്ല അടിപൊളിയായിട്ട്. വെയിലാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. വെയിലും വാട്ടറിങ് തന്നെയാണ്, വേറെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളൊരു സമാധാനത്തിന് വേണ്ടിട്ട് നമ്മൾ ഫെർട്ടിലൈസർ മെയിൻറ്റെയിനിങ് ഭയങ്കര എളുപ്പമാണ് ഇതിനെ. പിന്നെ മഴ കൊള്ളാൻ പാടില്ല. മഴക്കാലത്ത് മഴ കൊള്ളിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും. മഴക്കാലത്ത് എന്താ ചെയ്യല്, നമ്മളിത് ഷെയ്ഡിലേക്ക് മാറ്റി. പിന്നെ മെച്ചോർഡായ പ്ലാന്റ്സിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ 1 വർഷമൊക്കെ എത്തിയ പ്ലാന്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം അതാണ് വരുന്നത്. നാടൻ വെറൈറ്റി ഒക്കെ നമുക്ക് എവിടെ വേണേലും കൊണ്ടുവയ്ക്കാം. ഇത് വരുന്നത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ. വൈറ്റ് തന്നെയാണ്, സൺറൈസ് വൈറ്റ്. ഇത് നിറച്ച് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും. ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ സ്പോട്ടിൽ വെക്കാനും പറ്റും. ഇത് മൾട്ടി കളറാണ് വരുന്നത്. ഒരു പ്ലാന്റിൽ തന്നെ 2 കളർ വരുന്നുണ്ട്. അല്ലല്ല, ഞാൻ ഇവിടെ പ്രൊഡക്ഷൻ ഒന്നുമില്ല. നമുക്ക് എല്ലാം ഇറക്കാം. അത് നമ്മൾ കുറച്ച് കളക്ഷൻ നമ്മൾ വെക്കും, അത്രേ ഉള്ളൂ. ആ കളക്ഷനിൽ ആര് എത്ര വില വെച്ചാലും ഞാൻ അത് കൊടുക്കില്ല. പുറത്ത് ജില്ലകളിൽ നിന്ന് മലേഷ്യൻ വെറൈറ്റീസ് ആണ് ഇത്. നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കയ്യിൽ കിട്ടണു, അത്രേ ഉള്ളൂ. ഇത് 2 കളറ്, ചില്ലി റെഡ് അല്ല ചില്ലി പിങ്ക് ആൻഡ് ഫയറോപ്പൽ ഓറഞ്ച് ആണ് വരുന്നത്. അങ്ങനെ 2 വെറൈറ്റീസ്. അങ്ങനെ തന്നെ ഈ മൾട്ടി വരുന്ന ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മളെ കയ്യിലെല്ലാം സോൾഡ് ഔട്ട് ആയിക്കണം. പൂക്കളെല്ലാം കൊഴിഞ്ഞിരിക്കണം. 5 കളർ വരെ ഉള്ളുണ്ട്. അത് സോൾഡ് ഔട്ട് ആണ് ഇപ്പോ. അതിനൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റ് ഉണ്ട്. 8,000 അതിന്റെ അബോവ് വരുന്നുണ്ട്.
2 lakh 3 lakh വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ മെച്യൂരിറ്റിക്കും അതിന്റെ ക്വാളിറ്റിക്കും വെറൈറ്റിക്കും അനുസരിച്ച് വെറൈറ്റി വരുന്നതിനനുസരിച്ച്. ഓക്കെ, ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. പൂവ് ഉണ്ടായി വരുന്നുള്ളൂ, നമ്മൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നത്. അതുമ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട്. അത് സെയിം ആണ് രണ്ടും. നമ്മൾ നേരത്തെ ബ്രിസ റെഡ് കാണിച്ചില്ലേ, അതിന്റെ തന്നെ ബ്രിസ പീച്ചാണ് വരുന്നത്. നിറച്ച് പൂക്കളുണ്ടാവും, ഒരു കൊലയിൽ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി ആട്ടാ. ഇത് മൾട്ടിയാണ് വരുന്നത്. ഇത് ബ്ലൂബെറി ഐസ് ഇതിന്റെ പേര്. വെരിഗേറ്റഡ്. പെറ്റൽസ് മാത്രമേ അല്ല, ലീഫ് മാത്രമേ വെരിഗേഷൻ ഉള്ളൂ, പെറ്റൽസിനില്ല. ഇത് രണ്ടും ഒന്നിൽ വന്നിട്ടാണ് മൾട്ടിയാണ് വരുന്നത്. ഇത് മൾട്ടി തന്നെയാണ്. ഒരു പ്ലാന്റിൽ 2 ചെടി വന്നിട്ട്. നമ്മൾ പൊതുവെ പല മീഡിയയാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത് അടിയിൽ. അതായത് ചിലപ്പോൾ ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട്. അപ്പൊ നമ്മള് പൊതുവെ ഈ ബോഗൻവില്ലയ്ക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ളത്? ബോഗൻവില്ലയ്ക്ക് ഒരു കാരണവശാലും ചകിരിച്ചോറ് ആഡ് ചെയ്യാതിരിക്കുക ബെറ്റർ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്തോ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാലോ പ്ലാന്റ് നശിക്കാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് മണൽ, ഗാർഡൻ സോയിൽ, അതുപോലെ ഉമി അറിയാലോ, നെല്ല് കുത്തിയ കിട്ടുന്ന സാധനമുണ്ട് ഉമ്മി, അതും പിന്നെ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ഫെർട്ടിലൈസറുകൾ, അതായത് എല്ലുപൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ അതിന്റെ മീഡിയ വരുന്നത്. അതാണ്. ചകിരിച്ചോറ് മാക്സിമം ഒഴിവാക്കുക. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ വാട്ടറിങ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക. മഴക്കാലത്ത് പ്രത്യേകിച്ച് നശിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു മൾട്ടി കളർ പ്ലാന്റ് ആണ്. 5 കളറാണ് വരുന്നത്. ചില്ലി വെറൈറ്റീസ് ആണ് എല്ലാം വരുന്നത്. ഇതിന്റെ ഭംഗി ഇതിന്റെ ഷേപ്പ് ഉണ്ടാക്കിയതാട്ടാ. ഈ ഒരു കൊട ഇതാക്കിയ പോലെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം അൺലക്കി എന്ന് പറയാൻ, നിനക്ക് പൂക്കളെല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഗ്രാഫ്റ്റഡ് ആട്ടാ. പ്ലാന്റ് അടിയിലത്തെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അതും ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ആണ്. അതായത് മോൾ ഭാഗത്ത് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ വന്നത് പുറത്തുനിന്ന് വരുന്നതാണ് എല്ലാതും. ഇത് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതില് നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഇത് ഒരു പ്ലാന്റുമ്പോൾ തന്നെ പല കളറിൽ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. കണ്ടില്ലേ, റെഡ്, ഓറഞ്ച്, അങ്ങനെ പല കളറിലാണ് വരുന്നത്. കളർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മൾട്ടി ആയിട്ടാണ് വരുന്നത്. അത് ഒരു പ്ലാന്റുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വൈറ്റ് ഉണ്ട്, ക്രീം ഉണ്ട്, പല ഷെയ്ഡ് കണ്ടില്ലേ. പക്ഷെ ഇതും ഫെയ്ഡായി, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഭംഗി ഉണ്ടായേനെ. ഇതിന്റെ സ്റ്റെമ്മ് ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇതിന്റെ സ്റ്റെമ്മ് വരുന്നത്. ഗ്രീൻ അല്ലല്ലേ നമ്മൾ സാധാരണ? ഗ്രീനോ ബ്രൗണോ അല്ല, യെല്ലോ ഷെയ്ഡാ വരുന്നത്. ഇത് ക്രിസ്റ്റീന എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതിന്റെ പെറ്റൽസ് കണ്ടില്ലേ, ഇത്ര നേരം കണ്ടിരുന്ന പോലെ അല്ല, ഇതൊരു വാരി വിതറിട്ട പോലത്തെ ഒരു പെറ്റൽസാ വരുന്നത്. കണ്ടില്ലേ, ഇതില് ഷെയ്ഡ് ഇങ്ങനെ ഒരു വാരി വിതറിയ പോലെ. നേരത്തെ കണ്ടിരുന്നൊക്കെ നമ്മള് സ്പ്ലാഷ് പോലെ ഇങ്ങനെ കിടന്നിരുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. അത്യാവശ്യം മൂവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആട്ടാ. ഇതൊക്കെ നമുക്ക് സെയിലുണ്ടല്ലേ? ഇതിന്റെ തൈകളൊക്കെ ഉണ്ട്. എല്ലാത്തിന്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഇത്ര സൈസ് ഉള്ളതൊന്നല്ല, ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്. ഇത് അഡ്രന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുമ്പോൾ തന്നെ ഒരുപാട് കളർ വരും. യെല്ലോ ആൻഡ് റെഡ്, അതുപോലെ തന്നെ ഒരു പെറ്റലിൽ പല കളറിൽ വരുന്നുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. ഇത് മൾട്ടി ഒന്നല്ലല്ലേ? അല്ല, ഒരു പ്ലാന്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല മെച്ചോർഡായുള്ള വലിയ പ്ലാന്റ് അല്ലാണ്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള പ്ലാന്റ് ആട്ടെ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ടുള്ളത്. ഇതിന്റെ കളർ കണ്ടില്ലേ, പെറ്റൽസ് പലതരം കളറിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് പ്ലാന്റ് മെച്ചോർഡ് ആവണതിനനുസരിച്ച് ഒരുപാട് കളറേക്ക് ചേഞ്ച് ആയി വരും കേട്ടോ. ശരിക്കും കളർ നോക്കൂ, ഈ ഒരു ഓറഞ്ചാണ് വരുന്നത്, കണ്ടാ? ഈ ഓറഞ്ച് ആണ്, പിന്നെ കളർ മാറി റെഡ് ആവും. ഇതിന്റെ ഇടയിൽ യെല്ലോ വരുന്ന കണ്ടില്ലേ, ഒരു പെറ്റലുമ്പോ തന്നെ യെല്ലോ ആൻഡ് റെഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സെക്ഷൻ മൊത്തം വെച്ചിട്ടുള്ളതല്ലേ? ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇതെല്ലാം സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റുകളാണ്. ഇതിന്റെ ഒറിജിനൽ പെറ്റൽസ് കാണിച്ചുതരാം. പുതിയത് വരുമ്പോഴുള്ള ഒരു വ്യത്യാസം കണ്ട. ഇത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, മറ്റേത് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ നോക്ക്, 2, 3, 4 കളറിലേക്കാണ് വരുന്നത്. വരുമ്പോ തന്നെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതെ, ഇതിപ്പോ നമുക്ക് മെച്ചോർഡായ പ്ലാന്റ് ആണ്. ഇത് കണ്ട ഷെയ്ഡ്. ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ പൂക്കള് നോക്ക്, ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ, ഞരമ്പുകൾ നിൽക്കുന്ന പോലെയാണ് ഇതിന്റെ പെറ്റൽസിന്റെ ബാക്ക് കാണുന്നത്. നമ്മളെ കൈമലൊക്കെ ഉള്ള ഞരമ്പില്ലേ, അതേ ഒരു ഫീലാണ്. നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ പൂക്കള് കാണാൻ. ഇതൊന്നും അല്ല, നല്ല കുറച്ചും കൂടി വലുപ്പം വെക്കും. ഇത് അധികം മെച്ചോർഡ് ആയിട്ടില്ലേ പ്ലാന്റ്, അല്ലെങ്കിൽ പൂക്കൾ കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും. നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇതാണ് മഹാറാണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇതിന്റെ പൂക്കളൊക്കെ ഫെയ്ഡായി, ശരിക്കും നല്ല ഭംഗി, ഏറ്റവും മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. റാണി എന്ന് തന്നെ പറയാം നമ്മളുടെ ബോഗൻവില്ലയിലെ.
മഹാറാണി എന്ന് വെറുതെ അല്ല പേര് വന്നിട്ടുള്ളത്. അത് 2 കളറാണ് വരുന്നത്. ഇത് ഓറഞ്ച് ആട്ടാ, ശരിക്കും വരുന്ന കളർ നല്ലൊരു ഓറഞ്ചും വൈറ്റ് ആണ് വരുന്നത്. സംഭവം നമുക്ക് ഫുള്ള് ഫെയ്ഡ് ആയ കാരണം കളർ അറിയുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഇതിന്റെ പൂക്കൾ കാണാൻ. ഇത് വേറൊരു വെറൈറ്റിയാണ്, വാട്ടർമെലൻ കിസസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പൂക്കളുടെ ഒരു കളർ കണ്ടില്ലേ, അതുപോലെ ഇതിന്റെ പെറ്റൽസിനും ഒരു വേറൊരു ഷേപ്പാണ് കാണുന്നത്. ഓ, സാധാ പെറ്റൽസ് പോലെ അല്ല, പെറ്റൽസ് വ്യത്യാസമുണ്ട്. ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പൂക്കൾ നല്ല ഭംഗിയായിട്ട് ഡാർക്ക് പിങ്ക്, ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്നുള്ളൂ, പൂക്കൾ കൊഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡാർക്ക് പിങ്ക് ആൻഡ് ശരിക്കും ഒരു യെല്ലോ കളറാണ് ഇതിന്റെ സ്പ്ലാഷ് കയറി വരുന്നത്. പിന്നെ ലീഫ് വെരിഗേറ്റഡ് ആണ് വരുന്നത്. ഫ്ലവറും ലീഫും കാണാൻ നല്ല ഭംഗിയാണ്, രണ്ടും ഒരുപോലെ വെരിഗേഷൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ നല്ല ഭംഗിയ കാണാൻ. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഈ പൂവ് തീരെ വിരിയില്ല, ടാങ്ലോങ് പറഞ്ഞില്ലേ നേരത്തെ, അതേപോലെ തന്നെ ഒരു പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി വരുന്നത്. അതായത് ഉറങ്ങന്നെയാണല്ലോ ഫുൾ ടൈം ഉറക്ക. അതുകൊണ്ട് തന്നെ ആ പേരും വന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ടാങ്ലോങ് റെഡ് എന്ന് പറയും. ആ സ്ലീപ്പിംഗ് ബ്യൂട്ടിനേക്കാൾ കുറച്ചും കൂടി വലിയ പൂക്കളാണ്, പക്ഷെ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. കക്ഷി ഉറക്കത്തിൽ തന്നെയാണല്ലോ. ഇതും അതുപോലെ ഉറങ്ങിക്കൊണ്ടാണ് ഫുൾ ടൈം, ഇതേപോലെ തന്നെ കൊഴിഞ്ഞും പോകും. നമുക്ക് ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയ പ്ലാന്റ് കാണാൻ. ഹാങ്ങിങ് ബോട്ടിലാണ് ബെറ്റർ ആയിട്ട് അത് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെയുള്ള ഹാങ്ങിങ് ബോട്ട്സ് നമുക്ക് സെയിലിനുണ്ട് കേട്ടോ, ചെടിയുടെ ഒപ്പം തന്നെ. അത് ഒരുപാട് എൻക്വയറി വന്നത് കാരണം നമുക്ക് പോട്ട് കിട്ടാനുണ്ടായിരുന്നില്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പോട്ട്സ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ചെയ്യുന്നുണ്ടായിരിക്കും. വിത്ത് ചെയ്യൻ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. 33 സൈസാണ് വരുന്നത്. അതിൻ്റെ ടെറോക്കോട്ടയുടെ കളറുണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് ബിദാദരി എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവറാണ്. ഇതിൻ്റെ ഫ്ലവർ ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ, ശരിക്കും ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ഒരു ഫീലാണ്. ഇത് പിങ്ക് ആൻഡ് വൈറ്റ് ആട്ടോ ഇതിൻ്റെ പെറ്റൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഫുള്ള് പിങ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണേ. ഇതാ ഇതിൽ കണ്ടില്ലേ, പിങ്ക് ആൻഡ് വൈറ്റ് ഈ ഒരു കളറിലാണ് വരുന്നത്. ഇത് ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ചെടി കാണാൻ. ഹാങ്ങിങ്ങിന് പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഫ്ലവർ പോലെ തന്നെ ലീഫ് നല്ല ഭംഗി ഇത് കാണാൻ. നമുക്ക് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കൂടെ നിറച്ചുണ്ടായി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് വരാം. തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും. ഇത് ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് നാടൻ വെറൈറ്റീസ് ഒക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സീഡ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഡബിൾ പെറ്റലിൻ്റെ ഇല്ല, നാടൻ വെറൈറ്റീസ് പിങ്ക് ഉണ്ട്, അതുപോലെ സ്റ്റാർ പെറ്റൂണിയയുടെ ഉണ്ട്, റെഡ് ഉണ്ട്. അതിൻ്റെയൊക്കെ സീഡ്സ് ഉണ്ട് കേട്ടോ കയ്യിൽ. സീഡ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സീഡ്സ്. എങ്ങനെ സെയിലിംഗ് രീതി എങ്ങനെയാണ് നമ്മളത്? ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി ഉണ്ട്, നമ്മൾ ഒരു പെറ്റ്സിൻ്റെ വണ്ടി ഉണ്ട്. അതിൽ ഓൾ കേരള അയച്ചു കൊടുക്കുന്നവർക്ക് ഫുൾ പോട്ടായിട്ട് അയച്ചു കൊടുക്കും. അതല്ലെങ്കിൽ DTDC അയക്കും. പിന്നെ ബൾക്കായിട്ട് പ്ലാന്റ് എടുക്കുന്നവർക്ക് നമുക്ക് പേഴ്സണൽ വണ്ടിയുണ്ട്, അവിടെ എത്തിച്ചു കൊടുക്കും. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഇല കാണാൻ തന്നെ ഭംഗി. നമ്മൾ നേരത്തെ മൾട്ടിയിൽ കാണിച്ചില്ലേ, സെയിം സാധനമാണ്. പൂക്കൾ നല്ല ഡാർക്ക് വയലറ്റ് ആട്ടാ വരുന്നത്. പക്ഷെ പൂക്കളിലെ ഇല മാത്രമേ നല്ല ലുക്കാണ് കാണാൻ. ഇത് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. വിയറ്റ്നാം സ്പ്ലാഷ് എന്നും പറയും ഇതിനെ. ഇതിൽ നല്ല പർപ്പിൾ കളർ പൂക്കളാട്ടോ ഉണ്ടാവുക, നല്ല ഡാർക്ക് പർപ്പിൾ. അതിൽ കൂടെ വൈറ്റ് സ്പ്ലാഷ് കയറി വരും. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ.